KCC ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയെന്ന വിജിലൻസ് റിപ്പോർട്ട്. തൂണുകളിൽ ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചില്ല. 2 നിലകളിൽ ചോർച്ചയും ബലക്കുറവുമുണ്ട്. കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ഡിസൈൻ തന്നെ മാറ്റി എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. വിവരങ്ങളുമായി അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്? മറ്റൊരു പാലാരിവട്ടം പാലം തന്നെയാവുകയാണ് കോഴിക്കോട് KSRTC ബസ് ടെർമിനലും എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകുന്ന സൂചന. കാരണം ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ മാറി. കെട്ടിടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ഡിസൈൻ കൺസെപ്റ്റിൽ നിന്ന് തന്നെ മാറിപ്പോയി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കെട്ടിടത്തിന്റെ പ്രധാന തൂണുകൾ, 2 നിലകളിലെ പ്രധാനപ്പെട്ട തൂണുകളിൽ ഈ വേണ്ടത്ര കമ്പി ഉപയോഗിച്ചില്ല. വേണ്ടത്ര കമ്പി ഉപയോഗിക്കാതെയാണ് പണിതിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം വരുന്നത് 2017 KTDFC ചീഫ് എഞ്ചിനീയർ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് നൽകിയ ഒരു പരാതിയിലാണ്. അതിൽ പറയുന്നത് കെട്ടിടത്തിൽ ചോർച്ചയുണ്ട്, മാത്രമല്ല പല ഭാഗങ്ങളിലും വിള്ളലുണ്ട്, തൂണുകളിൽ പ്രശ്നമുണ്ട്, ചില തൂണുകളിൽ വിള്ളലുകൾ കാണുന്നു. അത്തരത്തിലുള്ള പരാതി KTDFC ചീഫ് എഞ്ചിനീയർ ഉന്നയിച്ചതോടെയാണ് ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം വരുന്നത്. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചെന്നൈ IITയോട് കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ ചെന്നൈ IIT സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെയുള്ള കണ്ടെത്തലായിരുന്നു ഇതൊക്കെ തന്നെയും. കെട്ടിടത്തിലെ തൂണുകളിൽ വേണ്ടത്ര കമ്പി ഉപയോഗിച്ചിട്ടില്ല. ഇനി അത് ബലപ്പെടുത്തണമെങ്കിൽ ചുറ്റും കമ്പികൾ ചേർത്ത് നിർത്തി അത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ചുറ്റും ഒരു കൂടുണ്ടാക്കുന്നത് പോലെ ഈ തൂണുകൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ ചെലവ് വരുന്ന പ്രക്രിയയാണ്. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പുതിയ വിവാദങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പറയുന്ന ഒരു കാര്യം, ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ എഞ്ചിനീയറും അതേപോലെ തന്നെ കോൺട്രാക്ടറുമാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ്. അത് പക്ഷേ കോൺട്രാക്ടറുടെ ഒരു വാദം, ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന്റെ കോൺട്രാക്ട് എടുത്തയാളുടെ വാദം, ഇത് സ്ട്രക്ചറൽ എഞ്ചിനീയർ നിർദ്ദേശിച്ച പ്രകാരമാണ്, ആ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ജോലികളെല്ലാം ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവും പ്രതിസ്ഥാനത്തേക്ക് വരിക. പക്ഷേ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ഒരു കൺസൾട്ടന്റ് മാത്രമായിരുന്നു. മുഹമ്മദ് കുഞ്ഞി എന്നയാൾ ഇതിന്റെ ഒരു കൺസൾട്ടന്റ് മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കെട്ടിടത്തിന്റെ കരാർ എടുത്ത ആർക്കിടെക്ട് രമേഷിലേക്ക് ഈ ആരോപണങ്ങൾ എത്തും. അപ്പോൾ ഇപ്പോൾ KTDFCയുടെ ഒരു നീക്കം, ഈ കെട്ടിടം നിർമ്മിക്കാൻ കരാറെടുത്തവരാരാണോ അവരിൽ നിന്ന് ഈ നഷ്ടപരിഹാരം, ഇപ്പോൾ കെട്ടിടം ബലപ്പെടുത്തുന്നതിന് ആവശ്യമായ ചെലവ്, അതായത് നിർമ്മാണ ചെലവിന്റെ 4/1 വരും എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അത്രയും തുക ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ തന്നെ വഹിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് KTDFC പോകുന്നുണ്ട്. ഇന്നലെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ കൈയൊഴിഞ്ഞിരുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം KTDFCക്കാണ്, KTDFC തന്നെ ഇത് നടത്തണം എന്നുള്ള നിലയ്ക്ക് മന്ത്രിയും പറഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ KTDFC ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ചുമതല എടുത്തിരുന്ന ആളുകളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനാവും ശ്രമിക്കുക. പക്ഷേ അവിടെ തന്നെ കോൺട്രാക്ടറും അതേപോലെ ഈ നിർമ്മാണത്തിൽ ഈ കെട്ടിടം ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റും തമ്മിലും ഈ ആരോപണങ്ങൾ നടക്കുകയാണ്. കാരണം എഞ്ചിനീയർ നിർദ്ദേശപ്രകാരമാണ് പണി നടത്തിയെന്ന് കോൺട്രാക്ടർ പറയുന്നു. എന്നാൽ കോൺട്രാക്ടർ ആയിരുന്നു ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആർക്കിടെക്റ്റും പറയുന്നു. ആ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ നിൽക്കുന്നത്. സത്യത്തിൽ ഇതൊരു കുഴഞ്ഞ പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് വിജിലൻസ് വളരെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ആരുടെ ഭാഗത്തും ആണ് തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ഈ പിഴവുകൾ ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളൊരു ശുപാർശയോടുകൂടിയായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും പ്രധാനമാണ്. ഗോപി, അശ്വിൻ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ഒരു ഭാഗത്ത്, കോൺട്രാക്ടർ ഒരു ഭാഗത്ത്, അവർ പരസ്പരം ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. ഇതൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട സർക്കാർ, അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഈ നാട്ടിൽ. തീർച്ചയായിട്ടും അതാണ് അവിടെ വരുന്ന മറ്റൊരു പ്രശ്നം. ഈ കോൺട്രാക്ടറും അതേപോലെ തന്നെ ആർക്കിടെക്റ്റും ഒക്കെ പറയുന്ന മറ്റൊരു പ്രശ്നം അതാണ്. ഈ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം ഈ KTDFCയുടെ എഞ്ചിനീയർമാർ ഈ നിർമ്മാണം ഒക്കെ കണ്ടവരാണ്. മാത്രമല്ല ഇതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഓരോ ഘട്ടത്തിലും KTDFC അറിയിച്ചിരുന്നു. അവർ കൂടെ അംഗീകരിച്ചിട്ടാണ് ഈ നിർമ്മാണം നടത്തിയത് എന്നുള്ളൊരു കാര്യം കൂടെ അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് KTDFCക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ വിജിലൻസ് അന്വേഷണം KTDFCയിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ KTDFCയിലെ ആ സമയത്ത് ചുമതല വഹിച്ചിരുന്നവരിലേക്ക് നീങ്ങുമോ എന്നൊക്കെയുള്ളതും, അത് സർക്കാർ ആരെയൊക്കെ പ്രതി ചേർക്കണം, ആരെയൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുത്തണം എന്നൊക്കെയുള്ള കാര്യം സർക്കാരാണ് ഇതിൽ തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ വിജിലൻസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അത് വെച്ചാവും വിജിലൻസ് ശുപാർശ സമർപ്പിക്കുക. ആ ശുപാർശ അനുസരിച്ച് സർക്കാരാവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക.
അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. KSRTC ചീഫ് എഞ്ചിനീയറായിരുന്ന ആർ ഇന്ദുവിനെതിരെ അന്വേഷണത്തിൽ ധനകാര്യ വിഭാഗം കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ. എറണാകുളം ഡിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിർമ്മാണത്തിലെ ക്രമക്കേടിന് പുറമെ ഹരിപ്പാട്, കണ്ണൂർ, മൂവാറ്റുപുഴ ഡിപ്പോകളിലടക്കം നിയമവിരുദ്ധ ഇടപെടലുകൾ നടത്തി എന്നാണ് കണ്ടെത്തൽ. ഇടപെടലുകൾ കരാറുകാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം ഡിപ്പോയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണത്തിൽ അപാകതകൾ കണ്ടെത്തിയിട്ടും കരാർ തുക മുഴുവൻ നൽകിയതിലൂടെ 1,39,00,000 രൂപയായിരുന്നു സർക്കാരിന് നഷ്ടമായത്. ഈ നടപടി കരാറുകാരെ സഹായിക്കുന്നതിനും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതുമാണെന്നും ഇന്ദുവിനെ സസ്പെൻഡ് ചെയ്യണമെന്നുമായിരുന്നു റിപ്പോർട്ട്. ഇനിയുമുണ്ട് ഇന്ദുവിന്റെ ക്രമക്കേടുകൾ. ഹരിപ്പാട് ഡിപ്പോയിലെ കാത്തിരിപ്പ് കേന്ദ്രവും ഗാരേജും നിർമ്മിക്കുന്ന കരാറുകാർക്ക് അനധികൃതമായി കാലാവധി നീട്ടി നൽകി. തൊടുപുഴ ഡിപ്പോയിൽ യാർഡ് നിർമ്മാണ കാലാവധി 6 മാസമായിരിക്കെ വീണ്ടും 11 മാസം കൂടി ദീർഘിപ്പിച്ചു നൽകി. കരാർ കാലാവധി കഴിഞ്ഞ ശേഷം ചട്ടവിരുദ്ധമായി 2 ഉപകരാറുകൾ സൃഷ്ടിച്ചു. കണ്ണൂർ ഡിപ്പോയിലെ ജീവനക്കാരുടെ വിശ്രമമുറിയും ഓഫീസ് മുറിയും നിർമ്മിച്ച കരാറുകാരനെ സഹായിക്കുന്ന തരത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി. മൂവാറ്റുപുഴ ഡിപ്പോയിലെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിൽ കരാറുകാരനെ ചട്ടവിരുദ്ധമായി സഹായിച്ചു. സാങ്കേതിക അനുമതിയില്ലാതെ പ്രവൃത്തികൾ നടപ്പിലാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാ ക്രമക്കേടുകളും ഇന്ദു കരാറുകാരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം കുമരകത്ത് 4 നേതാക്കളെ പുറത്താക്കി CPM. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചവർക്കാണ് നടപടി. കുമരകം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP സലിമോൻ, ലോക്കൽ കമ്മിറ്റി അംഗം വസുമതി ഉത്തമൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന AN പൊന്നമ്മ, MM നജീബ് എന്നിവർക്കെതിരെയാണ് നടപടി.